नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। നമസ്കാരം. ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. മൊണാലിസ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നാഷണൽ സെൻസേഷനായി മാറിയ പെൺകുട്ടി, നാഷണൽ ക്രഷായി മാറിയ പെൺകുട്ടി, നോർത്ത് ഇന്ത്യക്കാരിയാണ്. ഈ പെൺകുട്ടി കുംഭമേളയിൽ മാല വിൽപ്പനക്കാരിയായിട്ടാണ് എത്തുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതിയാണ്, അവർ മാല വിറ്റാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ മാല അവർ തന്നെ വിൽക്കുന്നു. അപ്പം മാല വിൽപ്പനക്കാരിയായി എത്തുന്നു. അങ്ങനെ കുംഭമേളയിൽ വന്ന ഒരു ക്യാമറാമാൻ ഈ പെൺകുട്ടിയെ കാണുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗന്ദര്യമായതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഈ ക്യാമറാമാൻ പകർത്തി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഫോട്ടോസ് കണ്ടത്. അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. അങ്ങനെ ആ ഫോട്ടോസ് വൈറലായതോട് കൂടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യത്തിന് ഉടമയായിട്ടുള്ള ഈ പെൺകുട്ടിയെ തേടി ആൾക്കാർ കുംഭമേളയിലേക്ക് എത്താൻ തുടങ്ങി. കുംഭമേള കാണാനോ അതിന്റെ ഫോട്ടോസ് എടുക്കാനോ അല്ല, ഈ പെൺകുട്ടിയെ കാണണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ട് ആളുകളും ക്യാമറാമാന്മാരൊക്കെ തന്നെ കുംഭമേളയിൽ എത്തി ഈ പെൺകുട്ടിയെ തേടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയി ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്തതോട് കൂടിയിട്ട് ഭയങ്കര ശല്യമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം മാല വിൽപ്പന ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ അവസ്ഥയായതോട് കൂടിയിട്ട് ഒരു പെൺകുട്ടിയാണ്, 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് പേടിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. മാല വിൽപ്പന മുടങ്ങിയെങ്കിലും ഈ പോപ്പുലാരിറ്റി ഈ പെൺകുട്ടിക്ക് നേടിക്കൊടുത്തത് ഈ പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറം അവസരങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് മോഡലിംഗ് ഓഫേഴ്സും ഒത്തിരി സിനിമാ പ്രൊജക്റ്റുകളും ഒക്കെ തന്നെ ഈ പെൺകുട്ടി ഇപ്പോൾ തേടിയെത്തിയേക്കാണ്. അപ്പോൾ ഈ നാഷണൽ ക്രഷായിട്ടുള്ള ഈ പെൺകുട്ടി കേരളത്തിലേക്ക് വരുവാണ്. കൊണ്ടുവരുന്നത് ആരാണെന്നല്ലേ? ബോബി ചെമ്മണ്ണൂർ. പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല, കാരണം മറഡോണയെ കേരളത്തിൽ എത്തിച്ച മുതലാണ്. അപ്പോൾ ഈ പെൺകുട്ടി വരുന്നത് ഫെബ്രുവരി 14 കോഴിക്കോട് ചെമ്മണ്ണൂരിലാണ്, 10:30 രാവിലെ 10:30. അപ്പം ഈ പെൺകുട്ടിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടേക്ക് പോകാം, കാണാം. വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ? അതായത് വലിയ പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും ഇപ്പം ഈ പെൺകുട്ടി ആരുമല്ല. വൈറലായി പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും ഇന്റർനെറ്റ് സെൻസേഷൻ ആണെങ്കിലും ഇപ്പോൾ കറന്റ് ഈ പെൺകുട്ടി ആരുമല്ല, നടിയോ മോഡലോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു പുതുമുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ നല്ല കാര്യം. സിനിമാ നടിമാരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു പുതുമുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എല്ലാ ആൾക്കാരും പറയുന്നത്, ബോബി ചെമ്മണ്ണൂരിനെ ഇഷ്ടമുള്ള ആൾക്കാർ പറയുന്നത് ഹണി റോസിനോടുള്ളൊരു മധുര പ്രതികാരമാണ് ഇതെന്നാണ്. ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് എന്തുമാകട്ടെ, എന്തൊക്കെ കയ്യിലിരിപ്പ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും, എന്തൊക്കെ വൃത്തികേടുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിലും എത്ര പെട്ടെന്ന് പബ്ലിക് ഒപ്പീനിയൻ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത് പുള്ളിക്കറിയാം. അതിനുള്ള ബുദ്ധിയൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. അതായത് ഒരു എക്സാക്റ്റ് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്മാൻ്റെ ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു ബുദ്ധിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ കൊണ്ടുവരുവാണെന്ന് തന്നെ വിചാരിച്ചോ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ചായിരിക്കും ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നാളെ 13, 14 2 ദിവസം മുഴുവൻ ഈ ഒരു കാര്യമായിരിക്കും ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, ഹണി റോസിന്റെ ഒരു വിഷയമുണ്ടായി. ഹണി റോസിന്റെ വിഷയമുണ്ടായപ്പോൾ ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഒന്ന് താണിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഇങ്ങനത്തെ വഷളനാണ്, ഈ രീതിയിലുള്ള ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഉപയോഗിക്കും. ഇതൊക്കെ എല്ലാ വ്യക്തിക്കും അറിയാം. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും അറിയാമായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ അങ്ങനെ ആരും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ പോയിരുന്നില്ല. പക്ഷെ ഹണി റോസിന്റെ വിഷയം ഉണ്ടായതോട് കൂടിയിട്ട് എല്ലാ ആൾക്കാരും തുറന്ന് സമ്മതിക്കാൻ തുടങ്ങി. ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെയാണ്, അയാളുടെ വഷളത്തരം അവസാനിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2 ആഴ്ച ബോബി ചെമ്മണ്ണൂർ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെ ജയിലിലേക്ക് കിടക്കുന്നു. ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് പോകുന്നത്. ഇപ്പോൾ ഇതെല്ലാം അഫക്റ്റ് ചെയ്തേക്കുന്നത് അൾട്ടിമേറ്റ്ലി ഹണി റോസിനെയാണ്. ഇദ്ദേഹത്തെ യാതൊരു രീതിയിലും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള കുഴപ്പവും ഉണ്ടായില്ല. കുറച്ച് ദിവസം ജയിലിൽ കിടന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നത് മുഴുവൻ ഹണി റോസിനാണ്. ഇപ്പൊ എല്ലാവരും കുറ്റപ്പെടുന്നതും ഹണി റോസിനാണ്. അതിനിടയ്ക്ക് രാഹുൽ ഈശ്വറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായി. രാഹുൽ ഈശ്വറിന് ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. അത് കഴിഞ്ഞതോട് കൂടിയിട്ട് മൊത്തം പ്രശ്നവും ഹണി റോസിന്റെ തലയിലേക്ക് പോയി. അപ്പൊ അൾട്ടിമേറ്റ്ലി ബോബി ചെമ്മണ്ണൂരാണ് ജയിച്ചു നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ടോട്ടലി അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനൊരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ല.
ഇപ്പം മൊണാലിസ എന്ന് പറയുന്ന ആ വൈറൽ ഗേൾ നമ്മുടെ കേരളത്തിലേക്ക് വരും, ഇവിടെ വന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജൂവലറി ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ ജൂവലറിയിലേക്ക് വരും. ഇത് ആരും പ്രതീക്ഷയല്ല, ആരും എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇത് കേൾക്കുമ്പോൾ ഇതായിരിക്കും പിന്നെ ഇന്റർനെറ്റിലെ മുഴുവൻ സെൻസേഷൻ. എല്ലാവരും ഇതായിരിക്കും ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഫെബ്രുവരി 14 നിങ്ങൾ നോക്കിക്കോ, ആ പെൺകുട്ടി അവിടെ വരുമ്പോൾ ഇവിടെയുള്ള ഓൺലൈൻ മീഡിയാസും വാർത്താ ചാനലുകളും മൊത്തം അവിടേക്ക് ചെല്ലും. കാരണം നാഷണൽ സെൻസേഷൻ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ്, എല്ലാ ആൾക്കാരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഇന്റർനെറ്റിലൊക്കെ പോസ്റ്റ് ചെയ്ത് പിന്നെ ഒരു 5-6 ദിവസത്തേന് ഇന്റർനെറ്റിലെ മുഴുവൻ സംസാര വിഷയം ബോബി ചെമ്മണ്ണൂരും ഈ പെൺകുട്ടിയുമായിരിക്കും. ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവന്നു. പിന്നെ മൊണാലിസയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാലികേറ മലയൊന്നുമല്ല, എളുപ്പമാണ്. ഇപ്പം ആ പെൺകുട്ടി ആരുമല്ല, ഇപ്പം ആ പെൺകുട്ടിയെ അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. എല്ലാ അവസരങ്ങളും ആ പെൺകുട്ടിക്ക് തുറന്നു കൊടുക്കുന്നു. പുതിയൊരു പുതുമുഖമാണ്, പുതുമുഖത്തിന് പുതിയൊരു അവസരം കൊടുക്കുന്നു എന്നുള്ള രീതിയിലെ ആൾക്കാർ ഇതിനെ നോക്കി കാണത്തുള്ളൂ. ആ രീതിയിൽ ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കും. അവസാനം ബോബി ചെമ്മണ്ണൂരിനുണ്ടായേക്കുന്ന എല്ലാ നെഗറ്റീവ് പബ്ലിസിറ്റിയും അതോടുകൂടി അവസാനിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ പബ്ലിക് ഒപ്പീനിയൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പബ്ലിക് ഒപ്പീനിയൻ പോസിറ്റീവായിട്ട് മാറും. അപ്പൊ എങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ ഷിഫ്റ്റ് ചെയ്യണം, എങ്ങനെ പോസിറ്റീവായിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ കൊണ്ടുവരണം, നെഗറ്റീവ് പബ്ലിസിറ്റി എങ്ങനെ ഇല്ലാതെയാക്കണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്രൂക്കഡായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ബിസിനസ്മാനാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. ഇങ്ങനെ നിരവധി അവസരങ്ങളിൽ ഇത്രയും നാളായിട്ടും ഈ ഒരു ഫീൽഡിൽ ഔട്ട്ഡേറ്റഡ് ആകാതെ പിന്നെയും അപ്ഡേറ്റഡ് ആയിട്ട് ഇദ്ദേഹം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി തന്നെയാണ് കാരണം. ഓരോ സമയത്തും അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ മീഡിയാസിന്റെ അറ്റൻഷൻ നേടിയെടുക്കും. അതിപ്പം ചിലപ്പോൾ കോമാളിത്തരം കാണിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ നല്ലത് കാണിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് അങ്ങനെ സഹായിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഈ സഹായവും ഒക്കെ തന്നെ ഈ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ മോശവശം അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. പബ്ലിക്കിന്റെ മുമ്പിൽ നല്ല ഒപ്പീനിയൻ ആയിരിക്കും കിട്ടുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ നന്നായിട്ട് അങ്ങോട്ട് കേട്ട് തുടങ്ങുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു ക്രൂക്കഡ്നെസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ മാന്യതയുടെ മുഖം മൂടി ഇട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, മാന്യനല്ലാത്ത ആ വ്യക്തി പുറത്ത് ചാടും. ആ വ്യക്തി പുറത്ത് ചാടുമ്പോഴാണ് വിഷയം. ഹണിറോസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് വന്നത്. നമ്മൾ കണ്ടാണ്, വഷളത്തരം പറഞ്ഞു, ഡബിൾ മീനിങ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്തൊക്കെ ആൾക്കാർ ഹണിറോസിനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും ഈ ഒരു ഐഡിയ പോസിറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ നല്ലത്. പോസിറ്റീവായിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത. കാരണം എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യും, ചർച്ച ചെയ്യും. അങ്ങനെ അവസാനം നമ്മുടെ കേരളത്തിലൊരു വൈറൽ ടോപ്പിക്കായിട്ട് ഇത് മാറും കുറച്ച് കാലത്തേക്ക്. അത് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം വേറെ മാർഗങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പൊ ഇത് പോസിറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലത്. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഇമേജ് മുഴുവൻ ഇടിഞ്ഞ് താഴത്തേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം നമ്മുടെ നാട്ടുകാരും കാണിക്കേണ്ടത്. ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ കാണാൻ ചെല്ലുന്ന ആൾക്കാര് ആ ബിഹേവിയർ സൂക്ഷിക്കുക. 16 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ലത്.